പടയോട്ടത്തിലെ പ്രേംനസീർ പറയൂ. നമ്മളെ ഇന്ത്യൻ സിനിമയെ ആഘോഷിക്കണം അല്ലെ? അപ്പൊ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ നസീർ സാറിന്റെ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഇട്ടോണ്ട് വന്നിരിക്കും. അതെ. അപ്പൊ പിന്നെ അതിലൊരു നിങ്ങൾ വലിയ ബോയ്സ് ടീം വന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ബോയ്സ് ടീം തന്നെ സ്കിറ്റ് വർക്കിക്കോ. അങ്ങനെയാണെങ്കിൽ ബോയ്സ് മാത്രം മത്സരിക്കുന്ന ഒരു സ്കിറ്റ്. അതും വെറും സ്കിറ്റല്ല, ഞങ്ങൾ ആണുങ്ങളാണല്ലോ ഇന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കോമഡി മാസ്റ്റേഴ്സിന്റെ 3 ആൺകുട്ടികൾ, ചുണക്കുട്ടികൾ. ആരാണവർ? ചുണക്കുട്ടി നമ്പർ 1 ജെറിൻ, ചുണക്കുട്ടി നമ്പർ 2 സുബീഷ്, ചുണക്കുട്ടി നമ്പർ 3 അനന്തു. ടെസ്റ്റ് നമ്പർ 4 ബാറ്ററി റെഡിയാണോ? ബാറ്ററി റെഡിയാണ്. 3 പേരും വരട്ടെ, പെർഫോമൻസ് കാണാം. എന്തീ കാണിക്കണേ? ഇന്നലെ BP ചെക്ക് ചെയ്യാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മദ്യം കൺട്രോൾ ചെയ്യണമെന്ന്. എങ്ങനെയുണ്ട് എന്റെ കൺട്രോളിങ്? അസലായിരിക്കുന്നു എന്റെ പൊന്നച്ച. ഡോക്ടർ ഉദ്ദേശിച്ച കൺട്രോളിങ് ഇതല്ല, മദ്യം നിർത്താൻ. ഇത് അങ്ങനെയാണ് സർക്കാരിനോട് പറയണം, എന്നോടല്ല പറയേണ്ടത്. സർക്കാരിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് വേറൊരു കാര്യം ഓർത്തത്. അച്ഛനോട് ഞാൻ എത്ര നാളെ പറഞ്ഞു അച്ഛൻ്റെ ഈ പാട്ട വണ്ടിക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ തരാനായിട്ട്. അപ്പൊ അച്ഛൻ എന്താ എന്നോട് പറഞ്ഞേ? പോലീസ് പിടിക്കുന്നു. അപ്പൊ ഇപ്പൊ CM എന്താ പറയുന്നേ? അടക്ക് പുറത്ത്. അത് പണ്ട്. ഇപ്പോഴത്തെ CM-നെ ഡയലോഗില്ല, പൂക്കിയ ഓൺലി ആക്ഷൻ. നീ ഇവിടെ കിടന്ന് എത്ര ചുണ്ട് ചവച്ചരച്ചാലും ശരി, എന്റെ അച്ഛന്റെ വണ്ടി ഞാൻ നിനക്ക് തരത്തില്ല. അച്ഛാ, ആ വണ്ടി മോഡിഫൈ ചെയ്ത് കിട്ടിയിട്ട് എനിക്ക് കുളു മണാലി വരെ പോവാൻ. എന്റെ പൈസ ഇല്ല. കുമ്മളി വരെ പൊക്കോട്ടെ. പിന്നെ അച്ഛാ, പ്രധാനപ്പെട്ട വേറെ കാര്യം കൂടി ഉണ്ട്. എനിക്ക് ആ വണ്ടി കാണിച്ചിട്ട് വേണം എന്റെ കാമുകിയെ വളയ്ക്കാൻ. എടാ, നിന്റെയൊക്കെ പ്രായത്തിൽ ഞാൻ പെണ്ണുങ്ങളെ വളയ്ക്കാൻ കാണിച്ചത് വണ്ടിയല്ല, എന്റെ ടാലന്റ് കണ്ടിട്ടല്ല നിന്റെ അമ്മ വരെ വീണത്. ശരിക്കും അറിയ കുട്ടാ, നീ വന്നേ. പണ്ട് നിന്റെ അമ്മയുടെ കൈ പിടിച്ച് ഈ മലമുകൾ കയറുമ്പോ ഈ അച്ഛന് സ്വന്തമായിട്ടൊരു ഒറ്റമുണ്ട് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇപ്പോഴോ? ഇപ്പൊ ഡബിൾ മുണ്ടായി. എന്റെ പൊന്നച്ച, ഈ ദാരിദ്ര്യം മാറേണ്ട കാര്യം ഞാൻ പറഞ്ഞു വരുന്നേ. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വർക്ക്ഷോപ്പ് ഒന്ന് വിപുലീകരിക്കണം. അതിനുവേണ്ടി നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്റെ ഫോണിന്റെ ഹോട്ട്സ്പോട്ട് ഞാൻ ഓഫാക്കി. അപ്പോഴാണ് ഇവൻ പെരക്ക് വെളി ഇറങ്ങിയത്. ആ ഇവനാണ് ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അച്ഛന്റെ മങ്കി പ്ലെയർ. എന്റെ പൊന്ന്, അതായിരുന്നു എന്റെ അച്ഛ. പിന്നെ എന്റെ പ്രധാന ഒരു ആഗ്രഹം എന്താണെന്നറിയോ? എന്റെ അച്ഛനെ ഈ നാടറിയുന്ന ഏറ്റവും വലിയൊരു പണക്കാരനാക്കണം. എന്നിട്ട് ഈ കാറ് കിടക്കുന്നവർക്ക് ഞാൻ റോൾസ് റോയ്സ് കൊണ്ടുവരും അച്ഛാ. എന്തോ നീ പറയുന്ന കള്ളക്കാലത്തരങ്ങളും അലങ്കൃതമായി തീരും. ഇനി ആവാ തുറന്ന് എന്തേലും പറഞ്ഞ എന്റെ ചെവി കല്ലടിച്ച് ഞാൻ പൊട്ടിക്കും. അച്ഛന്റെ ഒരു കാര്യം പറയാമല്ലോ അച്ഛാ, അച്ഛൻ എന്നോട് പഴയ പോലെ ഒട്ടും സ്നേഹമില്ല. എടാ, എങ്ങനെ സ്നേഹം ഉണ്ടാവും? എടാ, നിന്നെ കണ്ടു കഴിയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ട്രെയിൻ ടിക്കറ്റ് ആണ്. അതെന്താ അച്ഛാ? അതിൽ കാര്യമായിട്ട് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. നീ ഇനി എവിടുന്ന് വന്നടാ നീ? ഇത്രയൊക്കെ എന്നോട് പറയുമ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി, അച്ഛന് മോഡിഫിക്കേഷനെ കുറിച്ച് ഒരു കുന്തും അറിയില്ല. അറിയത്തില്ല. അറിയായിരുന്നെങ്കിൽ ചുണ്ടലിയിലെ ഫിഗറുള്ള ഇവനെ ഞാൻ മോഡിഫൈ ചെയ്ത് ആസിഫലിയാക്കി. അതൊക്കെ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് ബാക്കി കാര്യങ്ങൾ കേൾക്കാം. അച്ഛനോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി പോയതാ. അതായത് ഈ വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കോ? ഇല്ല, തീർച്ചയായിട്ടും. ആണോ? എന്നാ ഞാൻ എന്റെ അച്ഛനെ സ്വപ്നം കണ്ടത്. അച്ഛനറിയോ, അച്ഛൻ രാവിലെ തന്നെ വന്നിട്ട് 1,00,000 രൂപ എനിക്ക് സമ്മാനം തരുന്നു. അങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. എന്താ? ആ തന്ന 1,00,000 രൂപ ഞാൻ തിരിച്ചു മേടിക്കുന്നു. എടാ, ഒരിക്കൽ ഗ്രീസ് അടിച്ച വണ്ടി പിന്നെ ഗ്രീസ് അടിക്കുവാടാ. നീ എന്തൊക്കെ കാണിച്ചാലും ശരി, എന്റെ അച്ഛന്റെ ആ വണ്ടി ഞാൻ നിനക്ക് തരത്തില്ല. ഉറപ്പാണോ? അന്ന് അച്ഛൻ ജയിലിൽ പോകാൻ തയ്യാറായിക്കോ? എന്താടാ? അപ്പൊ അച്ഛൻ അറിഞ്ഞില്ലേ? എന്റെ അച്ഛ, ഈ പഴയ വണ്ടി കൈവശം വെച്ചിരിക്കുന്നവരുടെ അത് പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് പോലീസ് റെയ്ഡ് നടത്തുന്നത്. എന്റെ വർക്ക്ഷോപ്പിൽ വന്ന് എന്റെ അച്ഛന്റെ വണ്ടി കൊണ്ടുപോകാൻ ധൈര്യമുള്ള ഒരു പോലീസുകാരും ഇവിടെ ഇല്ല. അച്ഛാ, ഒരു പോലീസ് വണ്ടി സാറിന് കേട്ടെ, എനിക്ക് തോന്നണത് ഏതോ പോലീസ് ജന്മം എടുത്തിട്ടുണ്ട്. ആരാടാ ഈ പാട്ട വർക്ക്ഷോപ്പിന്റെ മുതലാളി? നീയാടാ? ആർക്കറിയാം? മുതലാളി. എന്താ സാറേ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? സത്യം പറയണം, ഈ വർക്ക്ഷോപ്പിന്റെ മറവിൽ അനധികൃതമായിട്ട് സ്പെയർ പാർട്സ് കച്ചവടം. എന്റെ പൊന്നു സാറേ, ആ വാക്ക് എനിക്ക് പറയാൻ പോലും അറിയില്ല. പിന്നെ ഞാൻ
എന്റെ ഈ മീശ നോക്കി ആരും കള്ളം പറഞ്ഞിട്ടില്ല. സോറി, ഓഗസ്റ്റ് 2 ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. പാറേപ്പള്ളി ധ്യാനത്തിന് പോയേക്കുമായിരുന്നു. എന്റെ മുമ്പിൽ കിടന്ന് ദൃശ്യം കളിക്കല്ലേ. വെറുതെ എന്റെ ലാത്തിക്ക് പണി ഉണ്ടാക്കി വെക്കല്ലേ. ഒരു മിനിറ്റ് സാറേ, പുള്ളിയുടെ ലാത്തിക്ക് വരെ പണി കിട്ടി. എന്നിട്ട് നിനക്കൊരു ഒരു ആത്മകഥം പറഞ്ഞ സാറേ. എന്റെ മുട്ടയാന്നല്ലോ എന്റെ പേരെന്താ? ഓ ഗോവിന്ദൻ. തെറ്റ്. പേരിന് മുമ്പല്ല വിളിയാക്കേണ്ടത്, പേര് വിളിച്ചതിന് ശേഷം വിളിയാക്കണം. ഗോവിന്ദോ. ഓ അല്ല സാറിന്റെ പേരെന്താ? നോക്കടാ. ഹായ് പോക്കറ്റ്, നല്ല പേര്. അല്ല, ബിര. രവി. നല്ല പേര്. A police officer should be protecting our century and protocols of the promise and parents. അയ്യോ, എന്റെ ടൂൾ ബോക്സ് നിലത്ത് വീണു കേട്ടാ. നിങ്ങൾ രണ്ടുപേരും നാടകം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടാ. നാടകം കളിക്കാൻ എന്നെ പകർന്ന്. സാറിന് നാടകം ഇഷ്ടമില്ലെന്ന്, എന്നാ ബാലയാക്കിയാലോ? ഒരു ഈ കാക്കിധാരിയുടെ കയ്യിൽ എന്നെ രക്ഷിക്കൂ വായുപുത്ര. ഉത്തരവ് പ്രഭു. എടുത്തിട്ട് അലക്കും ഞാൻ. ഈ സാറിന്റെ ഒരു കാര്യം, അകത്തോട്ട് വരുവാണെ നിക്കറും കൂടെ ഒരു തരം. എന്ത് ഈ പറഞ്ഞ ടീഷർട്ടും ജീൻസും ഒക്കെ ആണോ? പിന്നെ ഞാൻ ഉരി. നീ അങ്ങോട്ട് മാറിക്കടാ. സത്യം പറയടാ, നീയാണോ പിതാമകൻ? അയ്യോ, അത് ഞാനല്ല, വിക്രമ. അയ്യോ, അതല്ല, ഈ പിതാവിന്റെ മകൻ നീയാണോ? അത് ഞാൻ തന്നെയാ. ആണോ? അതെ സാറേ, ഒരു ഡിസംബർ മാസം സംഭവിച്ചു പോയി. നീ ആവർത്തിക്കരുത്. ഇല്ല, ഇതോടെ എനിക്ക് മതിയായി.